നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ആദ്യം കാരമലൈസ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിങ്ങനെ ഓണാക്കി വെച്ച് കൊടുക്കാം. പഞ്ചസാര പയ്യെ ഉരുകി വരും. പഞ്ചസാര ഇതിപ്പോൾ ചെറുതായി മെൽറ്റായി വരാൻ തുടങ്ങി, ചെറിയ ബ്രൗൺ കളറ്. ഇനി ഇത് തീ നന്നായിട്ട് കുറച്ചിടുക. ഇത് ഫുൾ നന്നായിട്ട് മെൽറ്റായി വരും. പഞ്ചസാര നന്നായിട്ട് കാരമലായി ഉരുകി മെൽറ്റായി നിൽക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കണം. അത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ സ്മാർ ചെയ്യുന്നതാണ് ഒഴിക്കുക. അത് നമ്മുടെ നേരത്തേക്ക് പൊട്ടിത്തെറിക്കും. ഇത്തിരി ദൂരോട്ട് നിന്നൊന്ന് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു കട്ടിയായിട്ട് വരും. ആ കട്ടി പയ്യെ വെള്ളത്തിൽ കിടന്ന് തിളച്ച് ഇത് ഇങ്ങനെ കട്ടയായിട്ട് വരും. അതിങ്ങനെ കട്ട പയ്യെ അത് വെള്ളത്തിലൊന്നുകൂടെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റാവും. ഇപ്പോൾ ഈ സിറപ്പ് അതിൻ്റെ ആ കട്ടയായിട്ടുണ്ടായിരുന്നെല്ലാം ഉരുകി നല്ല വെള്ളം പോലെയായി. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം, നന്നായിട്ട് തണുക്കാൻ. ഒരു ടീസ്പൂൺ നമ്മൾ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരിയെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പൊടി ഒരു പ്രാവശ്യം നന്നായിട്ട് അരിച്ചതിന് ശേഷം വെച്ച് നന്നായിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ആവാൻ, എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടി നന്നായിട്ട് മിക്സായിട്ട് വരും. ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, പിന്നെ 1/4 ടീസ്പൂണ് ജാതിക്കാപ്പൊടി, 1/4 ടീസ്പൂണ് കറുവാപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് ആണ്. ഇത് നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ചേർക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ വേണ്ട മുട്ട പൊട്ടിച്ചെടുത്താണ്. 5 മുട്ടയാണ്. ഇത് ചെറിയ മുട്ട ആയതുകൊണ്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ്. ഈ മഞ്ഞയിലേക്ക് നമ്മൾ ഇത്തിരി ഈ മഞ്ഞയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ആ മുട്ടയുടെ മണമൊന്നും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. ഇത് ഒരു ടീസ്പൂൺ ഓറഞ്ച് എസൻസാണ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് പീലർ ഉണ്ടെങ്കിൽ ഇത്തിരി പീലർ ഇട്ടാൽ മതി. പീലില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്തിരി എസൻസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയില്, 1/2 കപ്പ് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് അതിനെ നല്ല സ്പീഡിൽ ഒരു 2-3 സെക്കൻഡ് അടിക്കുകയാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കാരമലൈസ്ഡ് സിറപ്പും 1/2 കപ്പാണുള്ളത്, അതും ഒഴിച്ചു കൊടുക്കുകയാണ്.
നന്നായിട്ട് ഒന്ന് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വൈനിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സാണ്. അത് നമ്മൾ കുറച്ചിപ്പോൾ എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയിൽ നിന്ന് ഇത്തിരി പൊടി ഈ സോക്ക് ചെയ്തിരുന്ന നട്ട്സിലേക്ക് ഇട്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നട്ട്സ് ഇടുമ്പോൾ അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, ആപ്രിക്കോട്ട്, ചെറി, ടൂട്ടി ഫ്രൂട്ടി, ക്യാഷ്യൂനട്ട്, ഇത്രയും സാധനങ്ങളാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതിട്ടാൽ മതി. മഞ്ഞയും ക്യാരമൽ സിറപ്പും എല്ലാം കൂടെ അടിച്ച് വെച്ചതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് തന്നെ കറക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്നതിൽ എളുപ്പം അരിപ്പയിൽ തന്നെ ഇങ്ങനെ ഞാൻ കൈ കൊണ്ടിരുന്ന് എടുക്കണ്ട, പക്ഷേ ഇട്ട് കൊടുത്തോണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്താലും മതി. ഇത് എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എഗ്ഗ് വൈറ്റ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയത് അതിലേക്ക് ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് ഇളക്കും. റിച്ച് പ്ലം കേക്കായിട്ടാണ് വരുന്നത്. റിച്ച് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എയർ ബബിൾസ് ഉള്ളത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷാർപ്പോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സാധനം വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഹീറ്റായ ഓവനിലേക്ക് ഒരു 35 മിനിറ്റ്സ് വയ്ക്കാൻ പോവാണ്. കേക്ക് നമുക്ക് ഓവനിൽ വെക്കണമെന്നില്ല, വേഗം തന്നെ തീർക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിലേക്ക് നല്ല വെള്ളം വെച്ച് ആവി വന്ന് കേക്കിൻ്റെ സ്റ്റീലിൻ്റെ പാത്രമോ എന്തെങ്കിലും പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ച് കവർ ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുത്താലും മതി. പക്ഷേ കളർ ഇത്തിരി കുറയുന്നേ ഉള്ളൂ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കേക്ക് വരും.
അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. ഇത് ട്രേയിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്, നല്ല പഞ്ഞി പോലെയുള്ള. മുറിച്ച് നോക്കാം ഇനി. ചൂടാറാത്തോട്ട്